സിനിമയിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് കോൾഡ് റിവാർഡ് ആൻഡ് റിസ്ക്. ആസ് എ പ്രൊഡ്യൂസർ യു ആർ ദ പേഴ്സൺ ഹു ചോസൺ ദ സ്ക്രിപ്റ്റ്. നിങ്ങളത് അംഗീകരിച്ചു. എസ്പെഷ്യലി എ ഫാമിലി മൂവി, ഇൻസൈഡ് ഔട്ടുള്ള ഒരു മൂവി നിങ്ങൾ എടുക്കുമ്പോൾ യു ഫോളോ ദ 60-40 റൂൾ. ഇത് നമ്മൾ തിയേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ, ഈ മൂവി തിയേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുമ്പം വാട്ട് വി കോൾ ഇസ് ദാറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ക്ലോസ്ട്രോഫോബിക്. അപ്പോൾ പടം ലാഭത്തിലാക്കാൻ രണ്ട് രീതിക്ക് നിങ്ങൾക്ക് ലാഭത്തിലാക്കാം. ഇൻഫിലിം ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഹോർഡിംഗ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ, 5 ലക്ഷം, 6 ലക്ഷം രൂപ പെർ മന്ത് ഭയങ്കര റേറ്റുള്ള, ഹൈ റേറ്റുള്ള ഹോർഡിങ്സ് ആയിരിക്കും, എസ്പെഷ്യലി ഇൻ സർട്ടൻ ലൊക്കേഷൻസ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. സോ എപ്പിസോഡ്സ്, എൻ്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ എപ്പിസോഡ്സ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്തതിനും ഗ്രേറ്റ്ഫുൾ താങ്ക്സ് ടു ഓൾ ദി ലിസണേഴ്സ്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് എ കണ്ടിന്യൂഷൻ ടു ദ സ്ക്രിപ്റ്റ്. കുറച്ച് പോയിന്റ്സുകൾ എനിക്ക് കവർ ചെയ്യാനുണ്ട്. കണ്ടിന്യൂഷൻ ടു ദ സ്ക്രിപ്റ്റ്. സോ വാട്ട് ആർ ദ പോയിന്റ്സ് ഐ വാണ്ട് ടു കവർ? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് വാല്യൂട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് സീൻസ്, മിനിമം നമ്പർ ഓഫ് സീൻസ് എത്ര വേണം, അതെങ്ങനെ നമ്മൾ കുറയ്ക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ റീക്യാപ്പ് ചെയ്തു. സോ അലോങ് വിത്ത് ഇറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി എ ഫാമിലി മൂവി, ഇൻസൈഡ് ഔട്ടുള്ള ഒരു മൂവി നിങ്ങൾ എടുക്കുമ്പോൾ യു ഫോളോ ദ 60-40 റൂൾ. എന്താണ് 60-40 റൂൾ? 60-40 റൂൾ എന്ന് പറഞ്ഞാൽ 60% ഓഫ് ദി സീൻസ് ഷുഡ് ബി എക്സ്റ്റീരിയർ ഷോട്ട്സ് ആൻഡ് 40% ഓഫ് ദി സീൻസ് ഷുഡ് ബി ഇൻറ്റീരിയർ ഷോട്ട്സ്. ഈ ഒരു ബാലൻസ് നിങ്ങൾ മിനിമം മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ബാലൻസ് നിങ്ങൾ മിനിമം മെയിൻറ്റെയിൻ ചെയ്താൽ ദ മൂവി തിയേറ്ററിലിരുന്ന ഒരാൾക്ക്, കാണുന്നവർക്ക് കുറച്ചുകൂടെ ഹാപ്പി, അതായത് ഓപ്പൺനെസ് തോന്നും. ഈ ഓപ്പൺനെസ് തോന്നുന്നത് മാത്രമല്ല, മാർക്കറ്റിംഗ് കണ്ടന്റ് നിങ്ങൾക്ക് വരുമ്പോൾ എക്സ്റ്റീരിയറിൽ എടുത്ത ഷോട്ട്സുകൾക്കാണ് പ്രത്യേക ഭംഗിയുള്ളത്. അനദർ തിങ് ഇസ് ദാറ്റ് ഇന്റീരിയർ ആയിട്ട് മൂവി നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ കോവിഡ് സമയത്ത് നിങ്ങൾ കണ്ടു ഒരുപാട് മൂവി ബിക്കോസ് ഓഫ് ദി ട്രാവൽ റെസ്ട്രിക്ഷൻസ് വീടിനകത്ത് ഷൂട്ട് ചെയ്തു. ഇത് നമ്മൾ തിയേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ, ഈ മൂവി തിയേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുമ്പം വാട്ട് വി കോൾ ഇസ് ദാറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് വരും. അതായത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നവർക്ക് തിയേറ്ററിൻ്റെ പുറത്തേക്ക് എത്രയും വേഗം ഇറങ്ങിപ്പോകണം എന്നൊരു ചിന്ത വരും. സോ ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി യു മിക്സ് ബാലൻസ് ഓഫ് സീൻ. എക്സ്റ്റീരിയർ സീൻസ് കൂടുതൽ എടുക്കുക, ഇന്റീരിയർ സീൻസ് അതിലും കുറച്ചെടുക്കുക. അത് ബേസ്ഡ് ഓൺ ദ മൂവി. അതിപ്പോൾ നിങ്ങൾ ക്രൈം ത്രില്ലർ എടുക്കുന്ന, ഒരു വീട്ടിൽ നടക്കുന്ന ഇവന്റ് എടുക്കുന്ന, ഇത് നടക്കില്ല. ബട്ട് ഐ എം ടോക്കിംഗ് എ നോർമൽ മൂവി, എ നോർമൽ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ, കോമഡി മൂവീസ് എടുക്കുമ്പം ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തത് മൂവിയുടെ അവിടെ തന്നെ സ്ക്രീനിൽ അതിൻ്റെ എലിവേഷൻ കാണാം തിയേറ്ററിൽ പടം ഇറങ്ങുമ്പോൾ. അലോങ് വിത്ത് ഇറ്റ് ഡേ നൈറ്റ് ഷോട്ട്സ്. ഈ നൈറ്റ് ഷോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നൈറ്റ് ഷോട്ട്സ് വെക്കുക, അല്ലെങ്കിൽ മാക്സിമം അത് ഡേ ഷോട്ട് ഓർ ഈവനിങ് ഷോട്ടിലേക്ക് കവർ ചെയ്യുക. മലയാളം ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹിയർ ദ വർക്കിംഗ് അവേഴ്സ്, അതായത് നമ്മൾ മൂവി ചാർട്ട് ചെയ്യുമ്പോൾ ദ കോൾ ഷീറ്റ് അവേഴ്സ് 6 AM ഇൻ ദ മോർണിംഗ് ടു 9:30 ഇൻ ദ നൈറ്റ് ടൈം. ഇതൊരു ബാറ്റയാണ്. സോ 6 o'clock നമ്മൾ തുടങ്ങുമെന്ന് വെച്ചാൽ 6 o'clock ക്യാമറ വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബട്ട് എനിവേ പീപ്പിൾ വിൽ സ്റ്റാർട്ട് അറൈവിങ് 6:30, 7 o'clock ആകുമ്പോൾ അവർ വരുന്നു, ഷൂട്ടിംഗ് തുടങ്ങുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ആ ഒരു പാറ്റേണിൽ നിങ്ങൾ പോയി ഒരു 9 o'clock വരെ, 9:30 വരെ നിങ്ങൾക്ക് പോകാം. 9 o'clock പാക്കപ്പ് പറഞ്ഞാൽ 9:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും സെറ്റ് വിട്ട് അവരോട് ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റും. സോ അങ്ങനെ നമ്മൾ വരുമ്പം നൈറ്റ് സീൻസ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ, എക്സ്റ്റീരിയർ ആണെങ്കിൽ ഇത് കവറപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്റീരിയർ ആണെങ്കിൽ യു ക്യാൻ ഡു ബ്ലാക്ക് ക്ലോത്ത് ഇട്ട്, റൂമിൻ്റെ ജനലിൻ്റെ പുറത്ത് ബ്ലാക്ക് ക്ലോത്ത് ഇട്ട് നമ്മളത് ഡേ നൈറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എക്സ്റ്റീരിയർ ഷോട്ട് ആണെങ്കിൽ ഇത് നടക്കത്തില്ല. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എക്സ്റ്റീരിയർ ഷോട്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, വിൻ്റർ മന്ത്സിൽ ഒരു 6 o'clock ആകുമ്പോൾ ലൈറ്റ് പോകും. സമ്മർ ആണെങ്കിൽ 6:30, 6:45 ആകുമ്പോൾ ലൈറ്റ് പോകും. സോ നിങ്ങൾ നൈറ്റ് ഷോട്ട്സ്, നൈറ്റിൻ്റെ സീൻസ് എത്രയും കൂടുതൽ വെക്കുന്നു അത്രയും നിങ്ങൾക്ക് 6:30 ശേഷം ഷൂട്ട് കണ്ടിന്യൂ ചെയ്യണം. 6:30 ശേഷം ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന 2.5 hours, 3 hours ആണ്. ഈ 3 hours ഒരു സീൻ എടുത്ത് തീരത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ചെറിയ സീനുകളായിരിക്കണം, മൾട്ടിപ്പിൾ ഡേയ്സിൽ എടുക്കേണ്ടി വരും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക.
അനാവശ്യമായിട്ടുള്ള നൈറ്റ് സീൻസുകളെല്ലാം ഒഴിവാക്കി അത് ഡേ സീൻസിലേക്ക് കയറ്റുക. നൈറ്റ് ഷൂട്ട് ചെയ്യണം, എക്സ്റ്റീരിയർ മസ്റ്റ് അല്ലെങ്കിൽ അത് ആ നൈറ്റ് ഇൻറ്റീരിയറിലേക്ക് കയറ്റുക. ഇൻറ്റീരിയറിലേക്ക് നൈറ്റ് കയറി കഴിയുമ്പം യു ക്യാൻ യൂസ് ദ ടെക്നിക് ബ്ലാക്ക് ക്ലോത്ത്, കറുത്ത തുണി ജനലിൻ്റെ പുറത്തിട്ടിട്ട് നിങ്ങൾക്കത് നൈറ്റായിട്ട് ക്യാമറ DOPക്ക് ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇത് പ്രേക്ഷകൻ, ഇത് തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകന് ഒരു വ്യത്യാസം തോന്നത്തില്ല, ഇത് നൈറ്റ് ഷൂട്ട് ചെയ്താണ് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. സോ ആ ബാലൻസ് നിങ്ങൾ സ്ക്രിപ്റ്റിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്ക്രിപ്റ്റിൽ നിങ്ങൾ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ ചാർട്ടിങ് സമയത്ത് അസോസിയേറ്റ് ഡയറക്ടറാണ് ചാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ആ ചാർട്ടിങ് സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ ചാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. സോ ദിസ് ഇസ് ദ വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ സ്ക്രിപ്റ്റ്. അനദർ തിങ്, ഇൻ ഫിലിം ബ്രാൻഡിങ് സ്കോപ്പ്. നിങ്ങളൊരു പടം എടുക്കുന്നു, അതിനകത്ത് നായകനും നായികയും എവിടെ നിന്ന് സംസാരിക്കണം, എവിടെ പോകണം, ഏത് കഫേ പോകണം, നായിക ധരിക്കുന്ന ഡ്രസ്സ് എന്താണ്. മോഡേൺ നായികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് ബൊത്തീക്സ് ഓർ ഡ്രസ് സപ്ലയേഴ്സ് ഓർ വാട്ട് എവർ ടെക്സ്റ്റൈൽസ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇത് ഇവർക്ക് ഒരു സ്കോപ്പ് കിടപ്പുണ്ട്. നമ്മൾ ബിടെക് എന്ന് പറയുന്ന പടത്തിനകത്ത് അപർണ ബാലമുരളിയുടെ ഡ്രസ്സുകൾ തന്നത് ഒരു ബൊത്തീക്കാണ്. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് co-branding. Co-branding means they gave the dresses, ഞങ്ങൾ അതിന് പൈസ കൊടുത്തില്ല, they took back the dresses, but they got the co-branding facility in that movie. ആ മൂവിയുടെ പോസ്റ്ററിനകത്തും ഹോർഡിങ്ങിനകത്തും മൂവിക്കകത്തുള്ള താങ്ക്സ് കാർഡിനകത്തും അവരെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തു. സോ മൈറ്റ് ബി ദേ ഗോട്ട് ബിസിനസ്, മൈറ്റ് ബി ദേ ഡോണ്ട്. ബട്ട് ഇത് വലിയ കോസ്റ്റിൻ്റെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. മൈന്യൂട്ട് തിങ്സ് which you look at and say how to control cost. ഇതൊക്കെ end of the day this adds to your bottom line. അതായത് ബോട്ടം ലൈനിൽ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പടം ലാഭത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പടം ലാഭത്തിലാക്കാൻ രണ്ട് രീതിക്ക് നിങ്ങൾക്ക് ലാഭത്തിലാക്കാം. ഒന്ന്, പടം ഓടി കാശുണ്ടാക്കാം. ഇല്ലെങ്കിൽ പടത്തിൻ്റെ കോസ്റ്റ് കുറച്ച് മാക്സിമം ലോ ബഡ്ജറ്റിലെടുത്ത് ഈ സാധനം നമുക്ക് ക്വാളിറ്റി കണ്ടന്റ് കുറയ്ക്കാതെ പുറത്തേക്ക് ഇറക്കി കാശുണ്ടാക്കാം. സോ അതിന് നിങ്ങൾക്ക് ഇൻഫിലിം ബ്രാൻഡിങ്, co-branding അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. Co-brandingൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ ഞാൻ കവർ ചെയ്യാം ഇൻഫിലിം ബ്രാൻഡിങ്ങിനെ കുറിച്ച്, ബിക്കോസ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എൻ എപ്പിസോഡ് ബൈ ഇറ്റ് സെൽഫ്. പക്ഷെ അതിന് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ 2023 ഒരു പടമാണ് നിങ്ങൾ എടുക്കുന്നത്. എന്തൊക്കെ സ്കോപ്പാണ് അതിനകത്തുള്ളത്? നായിക ഇടുന്ന ഡ്രസ്സുകൾ, നായകനിടുന്ന ഡ്രസ്സുകൾ, ഓടിക്കുന്ന വണ്ടികൾ, സീൻസിൻ്റെ ലൊക്കേഷൻസ്. ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി സ്വർണം പണയം വെക്കുന്നു, ബാങ്കിനടുത്ത് നിങ്ങൾക്ക് co-brandingനെ അപ്രോച്ച് ചെയ്യാം, ഇൻഫിലിം ബ്രാൻഡിങ്ങിന് അപ്രോച്ച് ചെയ്യാം. ദാറ്റ് ഈസ് പ്യുവർലി ഇൻഫിലിം ബ്രാൻഡിങ്, ബിക്കോസ് സംബഡി ഈസ് വാക്കിംഗ് ഇൻ ടു ദ ബാങ്ക്. ബാങ്കിൻ്റെ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പാരഫൽസ് അവിടെ നമ്മൾ കാണുന്നുണ്ട്, അതിനെ ബാങ്കിനകത്ത് കയറുന്നുണ്ട്, സ്വർണം പണയത്തിന് വെക്കുന്നുണ്ട്. ദാറ്റ് ഇൻട്രാക്ഷൻ ഈസ് ഹാപ്പനിങ് ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് സംതിങ് അറൌണ്ട് 2 minutes. ആ ഇൻട്രാക്ഷൻ അവിടെ റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡെഫിനറ്റായിട്ട് ആ സീൻ അവിടെ പ്ലേസ് ചെയ്യാം. NBFCസിനെ അപ്രോച്ച് ചെയ്യാം. ദർ ഇസ് ലോട്ട് ഓഫ് NBFCs, ബാങ്ക്സ്, ഈ സ്വർണ്ണപ്പണയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ടെക്സ്റ്റൈലിൽ പോയി തുണി എടുക്കുന്നു, അതിന് നിങ്ങൾക്ക് അവിടെ ഒരു ബ്രാൻഡ് ചെയ്യാം. ഓൾ ദിസ് തിങ്സ് ഈ ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുമ്പം, ഇൻഫിലിം ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് കോൾഡ് എ ക്യാപ്റ്റീവ് ഓഡിയൻസ്. ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ പടം കാണുമ്പം, ഒരു KFCയുടെ മുമ്പിൽ നിങ്ങൾ ഷൂട്ടിങ്ങിന് കയറുമ്പം, ദിസ് നോ അതർ വേ, ബിക്കോസ് ദ ബ്രാൻഡ് പ്രസൻസ് ഇസ് മെയിൻറ്റെയിൻഡ്. ബ്രാൻഡ് പ്രസൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ബിക്കോസ് നായകനും നായികയോ ആരാണെന്ന് വെച്ചാൽ KFCയുടെ ബോർഡിന് മുമ്പിൽ വെച്ചിട്ടാണ് അവർ ആ ഡയലോഗ് പറയുന്നത്. ഒബ്വിയസ്ലി ദ ബ്രാൻഡ് ഇംപ്രഷൻസ് ഇസ് ഇൻക്രീസിങ്. ആൻഡ് ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ കയ്യിൽ റിമോട്ടില്ലല്ലോ. ടി വിയിൽ പരസ്യം വന്നാൽ നമുക്ക് മാറ്റാം. തിയേറ്ററിനകത്ത് ഇങ്ങനൊരു ഇൻഡയറക്റ്റ് പ്ലേസ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പടം മാറ്റും? നമ്മളത് കണ്ടിരിക്കും. സോ ദീസ് ആർ ദ ഏരിയാസ് ആക്ച്വലി the marketing guys or the company should actually consider. And ഞാനൊരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ഞാൻ അതിനു വേണ്ടി ചെയ്യാം, ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക് ഔട്ട്. ബട്ട് സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. Now where do you find these guys? You have to appoint a PR agency or a marketing agency who's ready, who brings clients to you. നിങ്ങൾക്ക് പോയി ബാങ്കിൽ പോയി സംസാരിക്കാൻ പറ്റില്ല, കാരണം there is a lot of scope in your movie. അത് നിങ്ങൾ ഒരാളിനെ ഏൽപ്പിച്ചിട്ട് ദർ വിൽ ബി ഡെഫിനറ്റ്ലി ഫെസിലിറ്റേഷൻ ചാർജസ് ഫോർ ഇറ്റ്. ആരും ഓസിന് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. So there will be facilitation charges. They will charge you that one and they will place you based on the movies. The possibilities are endless. But the main thing you have to consider, നമ്മളൊരു കാര്യം ചെയ്യുമ്പം, എസ്പെഷ്യലി മൂവി ആകുമ്പം, യു ആർ ടെല്ലിങ് എ സ്റ്റോറി. ആ സ്റ്റോറിക്കകത്ത് ഇത് ഫിറ്റ് ആവണം. ഇറ്റ് ഷുഡ് ബി ദ ബ്രാൻഡിങ് ഷുഡ് ബി എ പെർഫെക്റ്റ് ഫിറ്റ്. ഒരിക്കലും അത് മുഴച്ച് നിൽക്കാൻ പാടില്ല.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ നിങ്ങൾക്ക് ഇതൊന്നും അല്ലെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഹാവ് ദി കോൺവെർസേഷൻ. അതായത് റോഡിൽ കൂടെ നടന്നു പോകുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ ബ്രാൻഡിങ് ബോർഡ് വരുമല്ലോ, അത് ഹോർഡിങ്സ് വരും. അവരുടെ പരസ്യമുള്ള ഹോർഡിങ്സിന് ഫ്രണ്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്താൽ മതി. ഇറ്റ്സ് എ സിമ്പിൾ ബ്രാൻഡ് പ്ലേസ്മെന്റ്സ്. അങ്ങനെയുള്ള ഒരുപാട് സ്കോപ്പുകൾ ഇതിനകത്തുണ്ട്. പ്ലസ് അഡീഷണൽ പോസ്റ്റേഴ്സിൽ അവരുടെ ലോഗോ, ഹോർഡിങ്ങിൽ 70-30 ഷെയറിങ്, അതായത് 70% മൂവിങ്, 30% ക്യാൻ ബി അതർ തിങ്സ്. യു ക്യാൻ ഓൾസോ ഡു ഇത് പ്ലേസ് ചെയ്യുന്ന അവരുടെ ഹോർഡിങ് എടുക്കാം. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് അനദർ ഹോർഡിങ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ജ്വല്ലറിയുടെ ഹോർഡിങ് ഓൾറെഡി ഒരു എയർപോർട്ട് റോഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. യു ആസ്ക് ദം, ഓക്കെ എനിക്ക് ഞങ്ങൾക്ക് കോ ബ്രാൻഡിങ് തരാം സിനിമയിൽ, ക്യാൻ യു ഗീവ് ദാറ്റ് ഹോർഡിങ്. ഈ ഹോർഡിങ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ, 5 ലക്ഷം, 6 ലക്ഷം രൂപ പെർ മന്ത് ഭയങ്കര ഹൈ റേറ്റ് ഉള്ള ഹോർഡിങ്സ് ആയിരിക്കും, എസ്പെഷ്യലി ഇൻ സർട്ടൺ ലൊക്കേഷൻസ്. So you can ask for branding and you can include them back into your movie. മൂവിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പം അവർക്കും സന്തോഷം. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ദ പാർട്ടീസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഹൗ ടു ഇവാലുവേറ്റ് ദ സ്ക്രിപ്റ്റ്, ഹൗ ടു കോം ഡൗൺ ദ സ്ക്രിപ്റ്റ് ആൻഡ് സേ ഓക്കെ വേർ വി ക്യാൻ ഡു ഇറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ബ്രാൻഡിങ് എന്ന് പറയുന്ന സാധനം മറച്ചിരിക്കാൻ പാടില്ല. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഓൺ ഇറ്റ്. സോ ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റിലൊക്കെ. അപ്പോൾ വാട്ട് ഐ സ്പോക്ക് അബൌട്ട്, നമ്മൾ സംസാരിച്ചത് ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട്, എക്സ്റ്റീരിയർ ഇന്റീരിയർ ഷൂട്ട്, ഇൻ ഫിലിം ബ്രാൻഡിങ്ങിൻ്റെ സ്കോപ്പ്, ഇത്രയും സാധനം നമ്മൾ സംസാരിച്ചു. സോ ഇത് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ റീക്യാപ്പ് ചെയ്ത് സംസാരിക്കുന്നതാണ്. സോ ഗൈസ്, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. നമുക്ക് ഡെഫിനറ്റ്ലി താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനി ക്വസ്റ്റ്യൻസ് യു ഹാവ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ഇമെയിൽ ഐ ഡി ഇതിന് താഴെയുണ്ട്, നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ഞാനതിന് മറുപടി തരും.